പ്രിയപ്പെട്ടവരെ, മനുഷ്യർ ആഗ്രഹിക്കുന്നത് സന്തോഷവും സമാധാനമാണ്. മനുഷ്യർ ഈ സന്തോഷവും സമാധാനം എവിടെ കിട്ടുമോ അവിടേക്ക് അവർ ഓടുകയാണ്. അത് ദൈവാലയങ്ങളായാലും മറ്റേതെങ്കിലും സ്ഥലമായാലും. ആ സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ കുടുംബങ്ങൾ തന്നെയാണ്. ആ കുടുംബത്തിൽ സമാധാനം സന്തോഷവും ലഭിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് ലഭിക്കുന്ന സ്ഥലങ്ങളിലേക്ക് മനുഷ്യർ ഓടുകയാണ്. ആ സമാധാനവും സന്തോഷവും കൊടുക്കേണ്ടത് ആരാണ്? നമ്മൾ തന്നെയാണ് കൊടുക്കേണ്ടത്. ആ കുടുംബത്തിൽ ജീവിക്കുന്നവർ ആ സന്തോഷവും സമാധാനവും കൊടുക്കുമ്പോഴാണ് ആ കുടുംബത്തിലേക്ക് ഒരാൾക്ക് വരാനായിട്ട് താല്പര്യം തോന്നുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സന്തോഷവും സമാധാനവും അവനവൻ്റെ കുടുംബത്തിൽ കൊടുക്കുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കുമ്പോൾ ആ കുടുംബത്തിലേക്ക് കടന്നു വരാൻ മനസ്സനുവദിക്കും. ഇന്ന് മനുഷ്യന് ഏറ്റവും കൂടുതൽ അസ്വസ്ഥനാവുന്നത് എന്നതിനെക്കുറിച്ചാണ്. ഒരു ഭയമാണ്, എല്ലാത്തിനെക്കുറിച്ചും ഭയം. ഇന്നലകളുടെ സങ്കടങ്ങൾ, നാളെയുടെ ഭയങ്ങളും പേടിപ്പെടുത്തുന്ന അനുഭവങ്ങൾ അവരുടെ ജീവിതത്തെ ആകെപ്പാടെ അസ്വസ്ഥമാക്കുകയാണ്. ഇന്നലകളുടെ സങ്കടങ്ങളും നാളെയുടെ ഭയവും പേടി അത് അവൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷത്തെയും സമാധാനത്തെയും പലപ്പോഴും കെടുത്തിക്കളയുകയാണ്. സാധാരണയായിട്ട് ഒരു പുലി ഒരു പുള്ളിമാനിനെ ഓടിക്കാറുണ്ട്. പലപ്പോഴും വേഗതയിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്നത് പുള്ളിമാനാണ്. അത് മണിക്കൂറിൽ 90 കിലോമീറ്റർ വേഗത്തിൽ അത് ഓടുമെന്നാണ് പറയുക. എന്നാൽ ഒരു പുലിയാണെങ്കിലും അതിൻ്റെ വേഗത എന്ന് പറയുന്നത് മണിക്കൂറിൽ 40-50 കിലോമീറ്ററാണ്. പക്ഷേ ഈ പുലി ഈ മാനിനെ ഓടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ മാന് വളരെ വേഗത്തിൽ ഓടിക്കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ കഴിയും. പക്ഷേ അത് പേടിച്ച് പിന്തിരിഞ്ഞ് നോക്കിയാണ് ഓടുന്നത്. കാരണം തന്നേക്കാൾ ശക്തനായവനാണ് പിന്നിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് അത് പേടിച്ച് പിന്നിലേക്ക് നോക്കി ഓടുന്ന ഓട്ടത്തിൽ അതിൻ്റെ വേഗത കുറഞ്ഞു പോകും. പക്ഷേ ഏറ്റവും വേഗത്തിൽ ഓടുന്നത് ഈ പുള്ളിമാനാണ്. പക്ഷേ ഇത് ഭയന്ന് പേടിയോടുകൂടെ പിന്നിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ വേഗത കുറഞ്ഞു പോകുന്നു. തന്നേക്കാൾ ശക്തനായവനായ ഈ പുലി തന്നെ പിന്തുടരുന്നല്ലോ എന്നുള്ള ഭയത്താൽ അത് തീർച്ചയായിട്ടും പരാജയപ്പെട്ടു പോവുകയാണ്. ജീവിതത്തിൽ ഈ പരാജയം വരുന്നത് എന്തുകൊണ്ടാണ്? ജീവിതത്തിൽ നമ്മളും ഈ പിന്നിലേക്ക് നോക്കി ഭയപ്പെടുന്നു. പഠിക്കുന്ന മക്കൾ പരാജയപ്പെടുന്ന കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അവന് പരീക്ഷയെ ഭയമാണ്. ആ പരീക്ഷയെ ഭയക്കുന്നത് കൊണ്ട് അവനെന്ത് ചെയ്യുന്നു? ആ ഭയപ്പാടുകൾ, ആ പേടിപ്പെടുത്തുന്ന ദുരനുഭവങ്ങൾ അവൻ്റെ പരാജയത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് അതിനുള്ള ആർജവം, ശക്തി, കരുത്ത് നമ്മളിലുണ്ട്. പക്ഷേ നമ്മളത് തിരിച്ചറിയാനായിട്ട് നമുക്ക് കഴിയുന്നില്ല. നമ്മളിങ്ങനെ ഭയപ്പെട്ട് പിന്നിലേക്ക് നോക്കി ഓടുന്ന ഈ പൊന്മാനെ പോലെ അല്ലെങ്കിൽ പുള്ളിമാനെ പോലെ നമ്മുടെ വേഗത കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പഠനത്തിൽ മികവ് കാട്ടാനായിട്ട് പറ്റുന്നത്. അതുകൊണ്ട് നിൻ്റെ ഭയപ്പാടുകളെ പരിപൂർണമായി എടുത്ത് കളയുവാനായിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിൻ്റെ ജീവിതത്തിൽ പഠിക്കുവാനും മുന്നോട്ട് പോകുവാൻ വേഗത കൂടുവാനൊക്കെ നമുക്ക് സാധിക്കും. അതുകൊണ്ട് മുന്നോട്ട് നോക്കി ജീവിതത്തെ കൊണ്ടുപോകാനായിട്ട് എപ്പോഴും നമുക്ക് സാധിക്കണം. ഭയന്ന് പേടിച്ചരണ്ട് ജീവിക്കുന്ന വ്യക്തികളായിട്ട് നമ്മളാരും മാറരുത്. നമ്മുടെ കരുത്ത് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം, നമ്മുടെ ശക്തി ചോർന്നു പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ പലതിനെയും ഭയക്കുന്നു, പേടിക്കുന്നു എന്നതാണ്. അതുകൊണ്ട് യോഹന്നാന്റെ സുവിശേഷം പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് അസ്വസ്ഥമാകുന്ന എന്തിന്? നിങ്ങളെന്തിനാ അസ്വസ്ഥമാകുന്നത്? ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്കുണ്ട്. അതുകൊണ്ട് നമ്മൾ അസ്വസ്ഥമാകേണ്ട കാര്യമില്ല. ദൈവിക സാന്നിധ്യമുണ്ട്. ഒരു കൊച്ചുമോന് ജോലി കിട്ടിയായിരുന്നു. ജോലിക്ക് പോകാനായിട്ട് അവന് ചെറുതോണി എന്ന് പറയുന്ന ഇടുക്കി ജില്ലയിൽ ചെറുതോണിയിലാണ് അവന് ജോലി കിട്ടുക. ജോലി കിട്ടി അവൻ ആദ്യമായിട്ട് ആ ജോലി സ്ഥലത്തേക്ക് പോവുകയാണ്. പോകുമ്പോൾ അവൻ എല്ലാവരോടും യാത്ര പറയുന്നു. പക്ഷേ അവനുള്ളിലൊരു ഭയം. എന്താണ്? പുതിയ സ്ഥലമാണ്, ഇനി അവിടെയുള്ള ആൾക്കാരൊക്കെ തന്നെ അംഗീകരിക്കുമോ? ബാങ്കിലാണ് ജോലി, അപ്പോൾ താൻ ചെയ്യുന്ന പ്രവൃത്തികൾ അവർക്ക് ഇഷ്ടപ്പെടുമോ? തൻ്റെ സ്വഭാവം അവർക്ക് ഇഷ്ടപ്പെടുമോ? തന്നെ അവർ അവരുടെ കൂടെ ചേർക്കുമോ എന്നൊക്കെയുള്ള ഭയം കാരണം ആ കൊച്ചുമകൻ ഭയങ്കരമായിട്ട് അസ്വസ്ഥനാവുകയാണ്. അതുകൊണ്ട് അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞു. ബസ്സിൽ കയറിയിരുന്നപ്പോഴും അവൻ്റെ മനസ്സ് അസ്വസ്ഥമാണ്. എന്തു ചെയ്യും? ആകെ ഒരു അസ്വസ്ഥത. പക്ഷേ അവൻ ബസ്സിൽ കയറിയെങ്കിലും അവൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ അവനെ ഫോൺ വിളിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവൻ്റെ മനസ്സിലെ അസ്വസ്ഥത മാറുന്നില്ല. അവൻ എത്തേണ്ടയിടത്ത് എത്തിച്ചേർന്നിട്ട് അവൻ ഇപ്രകാരം തൻ്റെ പിതാവിനെ ഫോൺ ചെയ്യുകയാണ്. പപ്പ, ഞാനിവിടെ എത്തിച്ചേർന്നു. അതുകൊണ്ട് പപ്പ, ഞാൻ മനസ്സൊക്കെ ഒരു ഭയപ്പാടുണ്ട്. അതുകൊണ്ട് പപ്പ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊക്കെ പറഞ്ഞ് ആ മകൻ വിളിക്കുമ്പോൾ അപ്പൻ പറയുകയാണ്, മോനെ, നീ ഭയപ്പെടേണ്ട. കാരണം നീ കയറിയ ബസ്സിൻ്റെ പിന്നിൽ ഞാൻ ബൈക്കിൽ നിൻ്റെ പിന്നാലെയുണ്ട്. അതുകൊണ്ട് നീ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ട, പേടിക്കണ്ട കേട്ടോ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്.
പ്രിയപ്പെട്ട സഹോദരങ്ങൾ, ആരായി അപ്പൻ എന്ന് പറയുന്നത്? ദൈവമാണ്. ജീവിതത്തിൻ്റെ ഈ അസ്വസ്ഥതകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ നിന്നെ വേട്ടയാടുമ്പോൾ നിൻ്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരപ്പനുണ്ട്, ഒരു പിതാവ് നമുക്കുണ്ട്. അതാണ് ദൈവം എന്ന് പറയുന്നത്. ആ ദൈവം ഒരിക്കലും നമ്മൾ തള്ളിക്കളയില്ല, ഒരിക്കലും നമ്മൾ ഉപേക്ഷിക്കില്ല. കാരണം ഒരു കൊച്ചുമോള് തൻ്റെ അമ്മ വീട്ടിലേക്ക് യാത്രയാവുകയാണ്. അമ്മയുടെ അപ്പനെയും അമ്മയൊക്കെ കാണുക, അതുപോലെ തന്നെ ബന്ധുക്കളെ കാണാൻ വേണ്ടിയിട്ട് വയനാട് എന്ന് പറയുന്ന ജില്ലയിൽ ആണ് അവർ യാത്ര ചെയ്യുക. അവൾ യാത്ര ചെയ്യുന്ന സമയത്ത് അവൾക്ക് ഭയങ്കര ഉള്ളിൽ ആകെ ഭയപ്പാടുകളാണ്. അവൾ ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ അവളുടെ അപ്പൻ വന്നിട്ട് ഒരു കാര്യം പറഞ്ഞു: മോളെ, നിനക്ക് എപ്പോഴെങ്കിലും മനസ്സിൽ ഭയം തോന്നുകയാണെങ്കിൽ നീ ആകുലപ്പെടേണ്ട. മോളെ, ഈ ഒരു കുറിപ്പ് അപ്പൻ ഇങ്ങനെ എഴുതി അവൾ കൊടുത്തു. ഇത് നീ വച്ചിരിക്കുക. എപ്പോഴെങ്കിലും നിനക്ക് മനസ്സിൽ ഭയം തോന്നുമെങ്കിൽ നീ എടുത്ത് അത് നോക്കിയാൽ മതി, നിൻ്റെ ഭയപ്പാട് പേടിയൊക്കെ മാറുമെന്ന് പറഞ്ഞിട്ടാണ് ഈ അപ്പൻ ആ ബസ്സിൽ കയറ്റിയിരുത്തി അവളെ യാത്രയാക്കുക. പ്രിയപ്പെട്ടവരെ, അങ്ങനെ അവൾ ഏറ്റവും മുന്നിലത്തെ സീറ്റിൽ ഇരുത്തി അവൾക്ക് ഈ കുറിപ്പ് കൊടുത്ത് അപ്പൻ യാത്ര പറഞ്ഞു. അപ്പൻ ബസ്സിൽ നിന്ന് ഇറങ്ങുകയാണ്. കുറച്ച് അവൾ ഇങ്ങനെ യാത്ര ചെയ്തിങ്ങനെ പോകുന്ന സമയത്ത് ബസ്സിൽ ധാരാളം ആൾക്കാർ ഇറങ്ങുകയും കയറുകയുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപരിചിതമായ സ്ഥലത്തെത്തിയപ്പോൾ മുഖപരിചയമില്ലാത്ത പലരും കയറുന്ന കണ്ടപ്പോൾ അവൾക്ക് ഭയമുണ്ടായി. അവൾ ഭയത്തോടു കൂടി അപ്പൻ കൊടുത്ത ആ ചെറിയ പേപ്പർ അവൾ ആ കുറിപ്പ് എടുത്ത് വെച്ച് നോക്കിയപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു: മോളെ, നീ പേടിക്കണ്ട കേട്ടോ, ഏറ്റവും പിന്നിലത്തെ സീറ്റിൽ അപ്പൻ ഇരിപ്പുണ്ട്, നീ ഭയപ്പെടേണ്ട. പ്രിയപ്പെട്ടവർ, തീർച്ചയായിട്ടും ഇത് നമ്മളെ ശക്തിപ്പെടുത്തുന്ന ഒന്നാണ്. കാരണം നമ്മുടെ കൂടെ നമ്മൾ ഭയപ്പെടുമ്പോഴും നമ്മൾ ആകുലചിത്തരായി മാറുമ്പോഴും നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്തു. നീ എവിടെ പോയാലും നിൻ്റെ കൂടെ ഞാനുണ്ട്. നിൻ്റെ ദുഃഖങ്ങളിലും നിൻ്റെ കഷ്ടങ്ങളിലും നിൻ്റെ ദുരിതങ്ങളിലും നിൻ്റെ സന്തോഷങ്ങളിലും നിൻ്റെ നേട്ടങ്ങളിലും നിൻ്റെ ഓട്ടങ്ങളിലുമൊക്കെ ദൈവം കൂടെയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. സങ്കീർത്തനം 121 അതല്ലേ പറയുന്നത്: പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന്. നിൻ്റെ കാൽ വഴുതുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല. നിൻ്റെ മുന്നിലും പിന്നിലും അവിടുന്ന് കാവലിരിക്കുന്നു. നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും അവിടുന്ന് കാത്തുപരിപാലിക്കും. അങ്ങനെ നമ്മളെ കാത്തുപരിപാലിക്കുന്ന ഒരു അപ്പൻ നമ്മുടെ കൂടെയുണ്ട്. നമ്മൾ അതുകൊണ്ട് ഭയപ്പെടേണ്ട. എന്നാൽ ആ അപ്പൻ നമുക്ക് നൽകിയ ഒരു കുറിപ്പുണ്ട്. എന്താണ്? നിനക്ക് മനസ്സിൽ ആകുലത വരുമ്പോൾ, ഭയം വരുമ്പോൾ നീ എടുത്ത് വായിക്കേണ്ട കുറിപ്പെന്ന് പറയുന്നത് എന്താണ്? തീർച്ചയായിട്ടും അത് നമ്മുടെ വേദഗ്രന്ഥമല്ലേ, നമ്മുടെ ബൈബിളല്ലേ. നമുക്ക് ഭയങ്ങളെ മാറ്റുവാൻ, അസ്വസ്ഥത മാറ്റുവാൻ, ഉത്കണ്ഠകളെ മാറ്റുവാൻ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഗ്രന്ഥമാണ് ബൈബിൾ. അതുകൊണ്ട് അതെടുത്ത് വായിക്കുക, നിൻ്റെ ഭയപ്പാടുകൾ മാറും. കാരണം ദൈവം നിൻ്റെ കൂടെ, നിൻ്റെ ദുഃഖങ്ങളിലും നിൻ്റെ സന്തോഷങ്ങളിലും നിൻ്റെ നേട്ടങ്ങളിലുമൊക്കെ ദൈവം നിൻ്റെ കൂടെ സഞ്ചരിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഒന്നിനെക്കുറിച്ചും ആകുലപ്പെടേണ്ടെന്നേ. നമ്മളുടെ ആകുലതകളൊക്കെ നമ്മൾ ദൈവത്തിൽ അങ്ങ് സമർപ്പിക്കുക. അവിടുന്ന് തക്ക സമയത്ത് നമ്മളെ ഉയർത്തും. അങ്ങനെ ഉയർത്തുന്ന ഒരു ദൈവം നമുക്കുണ്ട്. അതുകൊണ്ട് ആകുലചിത്തനായിട്ട്, അസ്വസ്ഥനായിട്ട് ജീവിതത്തെ, ഇത് നരക തുല്യമാണ് എൻ്റെ ജീവിതം, എന്തിനിങ്ങനെ ജീവിക്കണം എന്നൊക്കെ ചോദിച്ച് ജീവിതത്തെ വെറുത്ത് ജീവിക്കുന്ന മനുഷ്യരുണ്ട്. ജീവിതത്തെ വെറുക്കണ്ട, ദൈവത്തിൽ ശരണപ്പെടുക. ദൈവത്തിൻ്റെ മുന്നിൽ ഒന്ന് എളിമയോടുകൂടെ നിന്ന് കൊടുക്കുക. ദൈവം നമ്മളെ ഉയർത്തും. അതുകൊണ്ട് ഭയപ്പാടുകളെല്ലാം മാറ്റി ദൈവത്തിൽ ശരണം പ്രാപിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൻ്റെ ചില നിമിഷങ്ങളിൽ നമ്മളെയൊക്കെ ഭയപ്പെടുത്തുന്ന ഒത്തിരിയേറെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇന്നകളുടെ സങ്കടങ്ങളും ഒക്കെ നമ്മളെ ഒത്തിരിയേറെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് താങ്ങായി തണലായി തുഷാരമായി ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഒരിക്കലും ഉപേക്ഷിക്കുന്ന ഒരു ദൈവമല്ല, നമ്മളെ അനുഗ്രഹിക്കുന്ന, ചേർത്ത് പിടിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്താതെ നമുക്ക് മനസ്സിലെ സന്തോഷവും സമാധാനം നൽകുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇന്നലകളുടെ സങ്കടങ്ങളെയും നാളെയുടെ ഭയത്തെയും മാറ്റുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങൾ പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.